അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരെങ്ങനെ നുള്ളൂതാനും വെള്ളൂതാനും ചികിത്സയുടെ ഉപാധിയാക്കാനും അതൊരു ചൂഷണ വസ്തുവാക്കാനും ആഗ്രഹിക്കാത്ത മനുഷ്യന്മാർ. നിങ്ങൾക്കറിയാമല്ലോ ഉസ്താദിന്റെ സ്വഭാവം, ആളുകൾ കൂടുതൽ കൂടിയാൽ അദ്ദേഹം ഉള്ളുവലിയ ചെയ്യാം. വേറുള്ളവർ കൂടുതൽ ആൾ വന്നാൽ വല്ലതും കയ്യിൽ തടയുന്ന വിചാരിച്ച് കാത്തിരിക്കല്ലേ ചെയ്യാം. വലിയുദാഹി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാ പറയാം. ഒറ്റ സ്റ്റേജിലും അദ്ദേഹം വന്നില്ല. ഒരു സ്ഥലത്തും അദ്ദേഹത്തിന്റെ നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടില്ല. അന്യായമായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും അദ്ദേഹം ഒന്നും വാങ്ങിയതില്ല. ആകെ അദ്ദേഹം പങ്കെടുത്തിരുന്ന യോഗം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ മാത്രമാണ്. അതിന്റെ കാരണം അത് നമുക്ക് പിന്നീട് പഠിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശരിക്കും ചൂഷണമുക്തമായ ഒരവസ്ഥ. ആരെങ്കിലും ദ്വാരപ്പിക്കാൻ വന്നാൽ അവിടെ പോയിക്കോ, കൊടിമരത്തിന്റെ അടുത്ത് ദ്വാരുന്നോ, അതിന്റെ തൊട്ടപ്പുറത്തൊരു ഉറവ് പൊട്ടിയിരുന്നു, അവിടെ വെള്ളം, ആ കുളത്തിൽ പോയി വെള്ളമെടുത്തോ, ഉപയോഗിച്ചോളൂ. ഷിഫാഇന്റെ വെള്ളവും ആ കൊടിമരങ്ങളുടെ ദ്വാവും. അങ്ങനെ അവരെ പറഞ്ഞ് അങ്ങോട്ട് അയക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ചിലർ വന്നാൽ പാലക്കാട്ടേക്ക് അയക്കും, ഷെയ്ഖുന ശംസുരമുള്ള കാലത്ത് ശംസുരമെടുത്തേക്ക് അയക്കും. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. സ്വന്തമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം പുച്ഛിക്കാൻ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ആഗ്രഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ മഹത്വക്കളായ സൂഫിയാക്കളുടെ ഒരു സ്വഭാവം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ഉയർന്ന പദവിയിലാണ്, അവർ ഏത് ദർജയിലാണ്, അവർ ശരിക്കും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ. നമ്മൾ വിചാരിക്കുന്ന പോലെ സൂഫി എന്നൊക്കെ പറഞ്ഞാൽ കേവലം ജനങ്ങൾക്ക് കണ്ടാൽ തന്നെ തോന്നുന്ന വിധത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളല്ല. ഒരു പഴകിയ വസ്ത്രം ധരിച്ച സൂഫിയായി, അല്ലെങ്കിൽ ഒരു പച്ച ഒല്ലിയിട്ട സൂഫിയായി, അങ്ങനെ ഒരു സമീപനം, അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നല്ല. ആരാണ് സൂഫി എന്ന് അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് ചോദിച്ചു. താരിഖിൽ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല ചോദിച്ചു, ആരാണ് യഥാർത്ഥ സൂഫി? ശരിക്കും പഠിക്കണം. വളർന്നു വരുന്ന മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, കാരണവന്മാർക്കൊക്കെ അത് അറിയുന്ന കാര്യമാണ്. അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് ചോദിച്ചു, ആരാണ് സൂഫി, യഥാർത്ഥ സൂഫി, തവക്കുലിന്റെ അഹ്ലുകാരൻ ആരാണ്? അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറയുന്നു, ഹുവല്ലദീ യഖുദു കിതാബല്ലാഹി ബിയമീനിഹി വസുന്നത റസൂലിഹി ബിശിമാലിഹി. വലത്തെ കയ്യിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ഇടത്തെ കയ്യിൽ സുന്നത്തും മുറുകെ പിടിക്കുന്ന ആള്.